വാർത്താ പ്രഭാതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വയനാട് കോൺഗ്രസിൽ ആളിക്കത്തുന്ന വിവാദങ്ങൾ ഭരണകക്ഷി അംഗങ്ങൾ സഭയിൽ ഉന്നയിക്കും. ആവർത്തിക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക അതിക്രമം ഉയർത്തിയാകും ഭരണകക്ഷി അംഗങ്ങൾ ആരോപണങ്ങളെ പ്രതിരോധിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നതിൽ ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ്. നമുക്കൊപ്പം ടി വി പ്രസാദ് തിരുവനന്തപുരത്ത് നിന്നും, ആർ ഋഷിപാലും, റഹീസ് റഷീദും, പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽനാഥും തത്സമയം ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യ ചോദ്യം ഇതാണ്. ടി വി പ്രസാദ് നമ്മൾക്കൊപ്പമുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സഭാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ടി വി പ്രസാദ്, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ കാലയളവിലെ ഒരുപക്ഷെ ബഡ്ജറ്റ് സമ്മേളനത്തിന് മുൻപുള്ള അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏത് പ്രതിപക്ഷവും ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. കാരണം നമുക്കറിയാം, സോളാർ വിവാദമൊക്കെ കത്തിയിരുന്ന സമയത്ത് അവസാനത്തെ 6-7 മാസങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആക്രമണം ശക്തിപ്പെടുത്താൻ പ്രതിപക്ഷം തയ്യാറെടുക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്ത ഒരു ഇടിത്തീ പോലെ വന്ന് വീഴുന്നത്. ഇന്ന് സഭാ സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും കസ്റ്റഡി മർദ്ദന വിഷയവും വന്യജീവി ആക്രമണ ഭേദഗതി വിഷയങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. സംഭവബഹുലമായ, അത്യന്തം നാടകീയമായ ഒരു നിയമസഭാ സമ്മേളനത്തിനാണോ ഇന്ന് തുടക്കമാവുക? ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. അരുൺ പറഞ്ഞതുപോലെ എല്ലാ പ്രതിപക്ഷവും കൊതിക്കുന്നതാണ് ഇങ്ങനെയൊരു ഘട്ടത്തിലുള്ള നിയമസഭാ സമ്മേളനം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അതൊരൽപ്പം ആശങ്കയുടേതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ, പരാതികൾ, തെളിവുകളൊക്കെയാണ് ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തെ വെട്ടിലാക്കുന്നത്. സാധാരണഗതിയിലാണെങ്കിൽ ഉയർന്നു വന്ന കസ്റ്റഡി ആരോപണങ്ങളിൽ ആഞ്ഞടിക്കാൻ പറ്റുമായിരുന്നു ഭരണപക്ഷത്തിനെതിരെ. പക്ഷേ ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഒരൽപ്പം പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ് ഭരണപക്ഷത്തിന് ആശ്വാസമാകുന്നത്. ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷം കയ്യിൽ വയ്ക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിടിത്തിയായി അവരുടെ തലയിലേക്ക് വീഴുന്നതും അതിന് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നറിയാതെ ഉഴലുകയും ചെയ്യുന്നത്. അരുണ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ബജറ്റ് സമ്മേളനം മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. ഇത്തവണ വെറും 12 ദിവസത്തേക്ക് മാത്രമാണ് സഭാ സമ്മേളനമെങ്കിൽ പോലും ഒരുപാട് പ്രധാനപ്പെട്ട ബില്ലുകൾ ഈ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമത്തിലുള്ള ഭേദഗതി. അതിൻ്റെ ബില്ല് ഈ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു. ഒപ്പം പാവങ്ങളായ മനുഷ്യരുടെ കിടപ്പാടം സംരക്ഷിക്കാനുള്ള ഏക കിടപ്പാടം സംരക്ഷണ ബില്ലിന് ഈ സഭാ സമ്മേളനത്തിൽ അനുമതി ഉണ്ടാകും. അതിൽ അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സുപ്രധാനമായ ഒരുപാട് തീരുമാനങ്ങൾക്കൊപ്പമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ, വലിയ വിമർശനങ്ങൾ ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗികാതിക്രമ ആരോപണങ്ങളും പരാതികളും തെളിവുകളും ഒപ്പം കസ്റ്റഡി ആരോപണ തെളിവുകളും എന്നുള്ളതാണ്. അരുൺ, ഓക്കെ, ടി വി പ്രസാദ് തുടരണം. ടി വി പ്രസാദ് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.